നമസ്കാരം. ഞാൻ ഡോക്ടർ സജ്ന കെഎം. ഡോക്ടർ സജ്നാസ് ഹോമിയോപ്പതി കുന്നംകുളം. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പലരും പറയുന്ന ഒരു കാര്യമാണ്. അവര് പറയും അവർക്കറിയാം അവർക്ക് സ്ട്രെസ് ഉണ്ടെന്ന്. പക്ഷെ അതെങ്ങനെ ഫിക്സ് ചെയ്യാൻ ആണെന്നറിയില്ല, അല്ലെങ്കിൽ മാനേജ് ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികാവസ്ഥ മാത്രമാണ്. അത് ശരിക്കും ശരീരത്തിനെയും കൂടി എഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഒരുപാട് കാലം ഇങ്ങനെ സ്ട്രെസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഭയങ്കര അലേർട്ടായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെ ചിലപ്പം തലവേദനയായിട്ട് ഈ ബുദ്ധിമുട്ട് കാണിക്കാം, അല്ലെങ്കിൽ കഴുത്തിന്റെ വേദനയായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള അസിഡിറ്റി പോലുള്ള അവസ്ഥകളാവാം. അതുപോലെ ഈ പെയിന് നമുക്ക് ശരീരത്തിന് വേദന സഹിക്കാനുള്ള ഒരു ശേഷി പോലും ഒരുപാട് കാലത്തെ സ്ട്രെസ് മൂലം നമുക്ക് കുറയുന്നതായിട്ട് കാണാം. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെയും കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ദിവസവും ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളുമാണ്. അതായത് ഇപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് ചിലർക്കൊന്നും കൃത്യസമയത്ത് ഉറങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഉറക്കം കിട്ടില്ല, അല്ലെങ്കിൽ ടൈമിന് ഫുഡ് എടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ധൃതി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അവരുടെ ഒരു വർക്കും അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്റ്റിന്റെ ഒരു ലൈഫും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഇപ്പൊ ലാപ്ടോപ്പ്, ഫോൺ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരുന്ന ആളുകള്. പലർക്കും പിന്നെ അവരുടെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത അവസ്ഥ കൊണ്ടൊക്കെ അവരുടെ ഇമോഷണലി ഉള്ള ബുദ്ധിമുട്ടുകള് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരം ആളുകൾ, അതായത് മാനസികമായിട്ടുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത തരം ആളുകളൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. അപ്പം ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കിക്കൊണ്ടിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് പോസിബിൾ അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കലല്ല. നമ്മുടെ ശരീരം ഈ സ്ട്രെസ്സിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് അത് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ടായിരിക്കാം, ഉറക്കമില്ലായ്മ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കഴുത്തുവേദനയോ തലവേദനയോ അത്തരത്തിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ഒരു നല്ല വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്ന രീതി മനസ്സിലാക്കുക, അത്തരത്തിലുള്ള ലക്ഷണങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഒരേ സ്ട്രെസ് മാനേജ്മെന്റ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഒരു സ്ട്രെസ്സിനോട് ഒരേ സ്ട്രെസ് ഉള്ള രണ്ട് വ്യക്തികൾ ആ സ്ട്രെസ്സിനോട് അവരുടെ ശരീരം പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ മാറ്റിവെക്കാതെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊന്ന് കാം ഡൗൺ ആവാനും ഒന്ന് റിക്കവറിക്ക് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ശരീരം ഒരേ സ്ട്രെസ്സിനോട് പോലും പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രെസ്സിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ശരീരം ഈ സ്ട്രെസ്സിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക.